കുറച്ച് ഇല്ലസ്ട്രേഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ഇല്ലസ്ട്രേഷൻ നമ്പർ 1. ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് റീഡ് ഔട്ട് ചെയ്യാം. എ കമ്പനി ഈസ് മേക്കിംഗ് 2 products M and N. The cost of producing 1 unit of product M and N is rupees 60 and rupees 80 respectively. As per the agreement, the company has to supply at least 200 units of product N to its regular customers. 1 unit of product M requires 1 machine hour, whereas product N has machine hours available abundantly within the company. Total machine hours available for product M are 400 hours. 1 unit of each product M and N requires 1 labor hour each, and total of 500 labor hours are available. The company wants to minimize the cost of production by satisfying the given requirements. Formulate the problem as a linear programming problem. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഡിസിഷൻ വാരിയബിൾസ് ഐഡൻറ്റിഫൈ ചെയ്യണം. ഡിസിഷൻ വാരിയബിൾസ് എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്നത് x1ഉം x2 ആണ്. അതിൽ x1 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് എം. ദെൻ x2 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് എൻ. ഓക്കെ, ക്വസ്റ്റ്യനിൽ 2 പ്രൊഡക്റ്റിനെ പറ്റിയിട്ടേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. സോ അവിടെ 2 ഡിസിഷൻ വാരിയബിൾസേ കാണുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കേണ്ടത് ഇത് LPPൻ്റെ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്നുള്ളതാണ്. വെദർ ഇറ്റ് ഈസ് മാക്സിമൈസിങ് ഓർ മിനിമൈസിങ്. ഓക്കെ, മാക്സിമൈസിങ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണോ മിനിമൈസിങ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണോ എന്ന് നോക്കാം. സോ ഇവിടെ ക്വസ്റ്റ്യൻ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട് കമ്പനിക്ക് എന്ത് ചെയ്യണം, ദേ വാണ്ട് ടു മിനിമൈസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ അപ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാം ഇത് മിനിമൈസിങ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ് ആണ്. ഇനി കോസ്റ്റിനെ പറ്റിയിട്ട് ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ഫസ്റ്റത്തെ ലൈനിൽ തന്നെ നമുക്ക് കാണാം, ഒരു യൂണിറ്റ് പ്രൊഡക്റ്റ് എമ്മിൻ്റെ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് 60. അതുപോലെ എന്നിൻ്റെ 80 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സ്റ്റേറ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയാണ്? സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു LPPൻ്റെ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സ്റ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ്റെ ടൈപ്പ് മനസ്സിലാക്കിയിട്ട് ഏത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണ് സ്റ്റേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. മിനിമൈസിങ് ആണോ മാക്സിമൈസിങ് ആണോ എന്നുള്ളത്. അതിനുശേഷം ചെയ്യേണ്ടത് എന്താണ്? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സ്റ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം അത് മിനിമൈസേഷൻ പ്രോബ്ലം ആണെന്നുള്ളത് മനസ്സിലാക്കി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സ്റ്റേറ്റ് ചെയ്യലാണ്. അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സ്റ്റേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വേണ്ട ഡാറ്റാസ് ഇത്ര മാത്രമേ ഉള്ളൂ, കോസ്റ്റ് പെർ യൂണിറ്റ്. ഓക്കെ, ഇപ്പോൾ 2 പ്രൊഡക്റ്റ് ആണെങ്കിൽ 2 പ്രൊഡക്റ്റിൻ്റെയും കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് നമുക്ക് വേണ്ടത്. ഇനി മാക്സിമൈസേഷൻ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വേണ്ടത് എന്താണ്? പ്രോഫിറ്റ് പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ട് ഡയറക്റ്റ് ആയിട്ട്. അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സ്റ്റേറ്റ് ചെയ്യാം. മിനിമൈസിങ് z ഈക്വൽസ് ടു 60x1 + 80x2. ഓക്കെ, അപ്പോൾ അവിടെ x1 എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് എമ്മുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസിഷൻ വേരിയബിൾ ആണ്. സോ 60x1. ദെൻ x2 എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് എന്നുമായി ബന്ധപ്പെട്ടുള്ള ഡിസിഷൻ വേരിയബിൾ ആണ്. സോ 80x2. സോ മിനിമൈസ് z ഈക്വൽസ് ടു 60x1 + 80x2. അതാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് സ്റ്റേജിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? കൺസ്ട്രെയിൻസ് സ്റ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാം ക്വസ്റ്റ്യനിൽ ഏതൊക്കെയാണ് കൺസ്ട്രെയിൻസ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ക്വസ്റ്റ്യനിൽ നമുക്ക് സപ്ലൈ, അതായത് പ്രൊഡക്റ്റ് എന്ന് അറ്റ്ലീസ്റ്റ് 200 യൂണിറ്റ് സപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ സപ്ലൈ എന്ന് പറയുന്നത് ഒരു കൺസ്ട്രെയിൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി പറയുന്നത് മെഷീൻ അവർ. മെഷീൻ അവറിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട് പ്രൊഡക്റ്റ് എമ്മിൻ്റെയും എന്നിൻ്റെയും. സോ മെഷീൻ അവറാണ് അവിടെ രണ്ടാമത്തെ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ കൺസ്ട്രെയിൻ ആയിട്ട് പറയുന്നത് ലേബർ അവറാണ്. എമ്മിൻ്റെയും എന്നിൻ്റെയും ലേബർ അവറും തന്നിട്ടുണ്ട്, ടോട്ടൽ കമ്പനിയിൽ അവൈലബിൾ ആയിട്ടുള്ള ലേബർ അവറും തന്നിട്ടുണ്ട്. സോ മൂന്നാമത്തെ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് ലേബർ അവറാണ്. സോ ആൾട്ടുഗദർ ഇവിടെ 3 കൺസ്ട്രെയിൻസ് ആണുള്ളത്: സപ്ലൈ, ദെൻ മെഷീൻ അവർ, ദെൻ ലേബർ അവർ. അപ്പോൾ ഈ 3 കൺസ്ട്രെയിൻസും നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ സ്റ്റേറ്റ് ചെയ്യണം. അപ്പോൾ കൺസ്ട്രെയിൻസ് സ്റ്റേറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ഒരു ടേം ഉപയോഗിക്കണം, സബ്ജക്റ്റ് ടു എന്ന് പറയുന്നൊരു ടേം. ഓക്കെ, സബ്ജക്റ്റ് ടു എന്ന് പറഞ്ഞിട്ട് ഒരു കോമട്ട് എടുക്കുക. അതിനുശേഷം നമ്മൾ 1 by 1 ആയിട്ട് ഓരോ കൺസ്ട്രെയിനും സ്റ്റേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ആദ്യം സപ്ലൈ എന്ന് പറയുന്ന കൺസ്ട്രെയിൻ സ്റ്റേറ്റ് ചെയ്യണം. സോ സപ്ലൈൻ്റെ കേസിൽ നമ്മൾ പ്രൊഡക്റ്റ് എന്നിൻ്റെ കേസാണ് പറയുന്നത്. പ്രൊഡക്റ്റ് എന്ന് അറ്റ്ലീസ്റ്റ് 200 യൂണിറ്റ് സപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പ്രൊഡക്റ്റ് എന്നുമായി ബന്ധപ്പെട്ടുള്ള ഡിസിഷൻ വേരിയബിൾ ഏതാണ്? x2 ആണ് അല്ലേ.
ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അറ്റ്ലീസ്റ്റ് എന്ന് പറയുന്ന ഒരു ടേമാണ്. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ 200 യൂണിറ്റ് എങ്കിലും. അപ്പോൾ 200 യൂണിറ്റ് ആവാം, അതിൽ കൂടുതലും ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതെങ്ങനെയാണ് സ്റ്റേറ്റ് ചെയ്യേണ്ടത്? x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 200 എന്നാണ് ആ കൺസ്ട്രെയിൻ നമ്മൾ സ്റ്റേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്ത കൺസ്ട്രെയിൻ ഏതാണ്? മെഷീൻ അവർ ആണ് നെക്സ്റ്റ് കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് എമ്മിന് ആവശ്യമായിട്ടുള്ള മെഷീൻ അവർ എന്ന് പറയുന്നത് 1 യൂണിറ്റും പ്രൊഡക്റ്റ് എന്നിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എന്താണ് മെഷീൻ അവർ അവൈലബിൾ അബണ്ടൻ്റ്ലി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അബണ്ടൻ്റ്ലി മെഷീൻ അവർ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും അവിടെ ഒരു കൺസ്ട്രെയിൻ ആയിട്ട് മാറൂല. അപ്പോൾ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രൊഡക്റ്റ് എമ്മിൻ്റെ കേസിലാണ് മെഷീൻ അവർ ഒരു കൺസ്ട്രെയിൻ ആയിട്ട് മാറുന്നുള്ളൂ. ഇതിൻ്റെ ടോട്ടൽ മെഷീൻ അവേഴ്സ് അവൈലബിൾ വിത്തിൻ ദ കമ്പനി തന്നിട്ടുണ്ട് 400 അവേഴ്സ് ആണെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ആ കൺസ്ട്രെയിൻ നമ്മൾ എങ്ങനെ സ്റ്റേറ്റ് ചെയ്യും? 1x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 400. അവിടെ നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള സിമ്പിളാണ് ഉപയോഗിക്കേണ്ടത്. കാരണം ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് മാക്സിമം അവൈലബിൾ ആയിട്ടുള്ള മെഷീൻ അവർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ടേംസ് നോട്ട് ചെയ്യുക. അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, മാക്സിമം അല്ലെങ്കിൽ അറ്റ് ദ മോസ്റ്റ് ആണ് തരുന്നതെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള സിമ്പിളാണ് വരിക. ആൻഡ് തേർഡ് കൺസ്ട്രെയിൻ ആയിട്ടുള്ള ലേബർ അവർ. ലേബർ അവറിൻ്റെ കേസിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? പ്രൊഡക്റ്റ് എമ്മിൻ്റെ കേസിൽ 1 ലേബർ അവറും പ്രൊഡക്റ്റ് എന്നിൻ്റെ കേസിൽ സെയിം 1 ലേബർ അവറുമാണ് റിക്വയർഡ് ആയിട്ടുള്ളത്. ടോട്ടൽ ലേബർ അവർ അവൈലബിൾ ആയിട്ടുള്ളത് 500 ആണ്. അപ്പോൾ നമ്മളത് എങ്ങനെ സ്റ്റേറ്റ് ചെയ്യും? 1x1 പ്ലസ് 1x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 500. ഓക്കെ, അപ്പോൾ നമ്മൾ 3 കൺസ്ട്രെയിൻസും സ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻ. അതായത് നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻ ഇത്രേ പറയുന്നുള്ളൂ. ഡിസിഷൻ വാരിയബിൾസിൻ്റെ വാല്യൂ എപ്പോഴും 0-നേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം, ഒരിക്കലും 0-ൻ്റെ താഴെ പോകാൻ പാടില്ല. അപ്പോൾ ഇവിടെ ഉള്ളത് 2 ഡിസിഷൻ വേരിയബിൾസ് ആണ്, x1ഉം x2ഉം. നമ്മളതെങ്ങനെ സ്റ്റേറ്റ് ചെയ്യണം? x1, x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതോടുകൂടി ആ ഒരു ഇല്ലുസ്ട്രേഷൻ്റെ സൊല്യൂഷൻ അവിടെ കംപ്ലീറ്റ് ആവുകയാണ്. സൊല്യൂഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കാം. x1 എന്ന് പറയുന്നത് നമ്പർ ഓഫ് യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് m, x2 നമ്പർ ഓഫ് യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് n. ദെൻ നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സ്റ്റേറ്റ് ചെയ്തു. മിനിമൈസ് z ഈക്വൽസ് ടു 60x1 പ്ലസ് 80x2. സബ്ജക്റ്റ് ടു എന്ന് പറഞ്ഞിട്ട് 3 കൺസ്ട്രെയിൻസ് നമ്മൾ 1 by 1 ആയിട്ട് സ്റ്റേറ്റ് ചെയ്തു. x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 200, x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 400, then x1 plus x2 less than or equal to 500, and last non negative constraint ആയിട്ടുള്ള x1, x2 greater than or equal to 0. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ഇല്ലുസ്ട്രേഷനിലേക്ക് കടക്കാം. An animal feed company must produce at least 400 kg of a mixture consisting of ingredients x1 and x2 daily. x1 cost rupees 6 per kilogram and x2 rupees 16 per kilogram. No more than 160 kg of x1 can be used and at least 120 kg of x2 must be used. Formulate a mathematical model to the problem. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുള്ളത് നേരത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെ ഇവിടെയും തന്നിട്ടുള്ളത് എന്താണ്? മിനിമൈസേഷൻ പ്രോബ്ലം ആണോ മാക്സിമൈസേഷൻ പ്രോബ്ലം ആണോ എന്നുള്ളത് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. ഇവിടെ ഡയറക്റ്റായിട്ട് നമുക്ക് ഡിസിഷൻ വാരിയബിൾസിൻ്റെ പേര് x1, x2 എന്ന് പറഞ്ഞിട്ട് തന്നെ തന്നിട്ടുണ്ട്. x1ൻ്റെ കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്, x2ൻ്റെ കോസ്റ്റും തന്നിട്ടുണ്ട്. സോ ഇത് മിനിമൈസേഷൻ പ്രോബ്ലം ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സ്റ്റേറ്റ് ചെയ്യുക. മിനിമൈസ് z ഈക്വൽസ് ടു എത്രയാണ്? 60x1 പ്ലസ് 16x2, 6x1 പ്ലസ് 16x2. അതാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് കൺസ്ട്രെയിൻസ് സ്റ്റേറ്റ് ചെയ്യണം. ഇവിടെ ഏതൊക്കെയാണ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്? x1ഉം x2ൻ്റെയും മിക്സ്ചർ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ക്വാണ്ടിറ്റി പറയുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് 400 ക്വാണ്ടിറ്റി എങ്കിലും പ്രൊഡ്യൂസ് ചെയ്യണം. സോ അതൊരു കൺസ്ട്രെയിൻ ആണ്. ദെൻ മറ്റൊരു കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് x1 എത്ര കിലോഗ്രാം വരെ യൂസ് ചെയ്യാം? 160 കിലോഗ്രാം വരെ യൂസ് ചെയ്യാം. അതുപോലെ x2 അറ്റ്ലീസ്റ്റ് 120 കിലോഗ്രാം എങ്കിലും യൂസ് ചെയ്യണം. അങ്ങനെ 3 കൺസ്ട്രെയിൻസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ കൺസ്ട്രെയിൻസ് 1 by 1 ആയിട്ട് നമുക്ക് സ്റ്റേറ്റ് ചെയ്യാം. സബ്ജക്റ്റ് ടു. ഓക്കെ, സബ്ജക്റ്റ് ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റത്തെ കൺസ്ട്രെയിന്, അതായത് രണ്ടിൻ്റെയും മിക്സ്ചർ അല്ലേ? സോ രണ്ടിൻ്റെയും മിക്സ്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്? 2 ഡിസിഷൻ വാരിയബിളും കൺസ്ട്രെയിനിൽ കാണിക്കണം. x1 പ്ലസ് x2. ദെൻ അറ്റ്ലീസ്റ്റ് ആണ്. സോ അവിടുത്തെ സിമ്പിൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x1 പ്ലസ് x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എത്രയാണ്? 400.
ദെൻ അടുത്ത കൺസ്ട്രെയിൻ നമ്മൾ ഏത് പറയാം, നോട്ട് മോർ ദാൻ 160 കിലോഗ്രാം ഓഫ് x1 ക്യാൻ ബി യൂസ്ഡ് അല്ലേ. അതെങ്ങനെ ഒരു കൺസ്ട്രെയിൻ ആയിട്ട് നമുക്ക് സ്റ്റേറ്റ് ചെയ്യാം. അതായത് അറ്റ് ദ മോസ്റ്റ് ഏറ്റവും കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാക്സിമം എന്ന് പറയുന്നത് 160 കിലോഗ്രാം ഓഫ് x1 ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ അതെങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം, x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 160. ഓക്കെ, ദെൻ അറ്റ്ലീസ്റ്റ് x2 എത്ര യൂസ് ചെയ്യണം, 120 കിലോഗ്രാം യൂസ് ചെയ്യണം. സോ ആ കൺസ്ട്രെയിൻ എങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം, x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 120. ഓക്കെ, അപ്പോൾ നമ്മൾ 3 കൺസ്ട്രെയിൻസും സ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക, നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻ്റ് ആയിട്ടുള്ള x1, x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, അത്രയാണ് സെക്കൻഡ് ഇല്ലുസ്ട്രേഷനിൽ ചെയ്യുന്നത്. ഒന്നുകൂടി സൊല്യൂഷൻ ഒന്നുകൂടി നോക്കാം. x1 എന്ന് പറയുന്നത് നമ്പർ ഓഫ് യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് x1, x2 എന്ന് പറയുന്നത് നമ്പർ ഓഫ് യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് x2. ദെൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മിനിമൈസ് z ഈക്വൽസ് ടു 6x1 പ്ലസ് 16x2. ദെൻ കൺസ്ട്രെയിൻസ് പറയാണ് സബ്ജക്റ്റ് ടു x1 പ്ലസ് x2 greater than or equal to 400, then x1 less than or equal to 160, x2 greater than or equal to 120, then x1, x2 greater than or equal to 0. ഓക്കെ, അത്രയാണ് നമ്മൾ രണ്ടാമത്തെ ഇല്ലുസ്ട്രേഷനിൽ പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇല്ലുസ്ട്രേഷൻ നമ്പർ 3 നോക്കാം. ഇല്ലുസ്ട്രേഷൻ നമ്പർ 3 കുറച്ച് ലെങ്തി ആണ്. ഓക്കെ, vitamin C and K are found in two different foods, A1 and A2. 1 unit of food A1 contains 8 units of vitamin C and 20 units of vitamin K. 1 unit of food A2 contains 16 units of vitamin C and 8 units of vitamin K. 1 unit of food A1 and A2 cost rupees 120 and 100 respectively. The minimum daily requirement for an individual of vitamin C and K is 160 and 200 units respectively. Assuming that anything in excess of daily minimum requirement of vitamin C and K is not harmful. Find out the optimal mixture of food A1 and A2 at the minimum cost which meets the daily minimum requirement of vitamin C and K. Formulate this as a linear programming problem. ഓക്കെ, അപ്പോൾ ഇവിടെയും നമുക്കൊരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് ഇത് മിനിമൈസേഷൻ പ്രോബ്ലം ആണോ മാക്സിമൈസേഷൻ പ്രോബ്ലം ആണോ എന്നുള്ളത് കണ്ടെത്താം. അപ്പോൾ നമുക്കിവിടെ നാലാമത്തെ ലൈനിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് എത്രയാണ് കോസ്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഫുഡ് A1-ൻ്റെയും ഫുഡ് A2-ൻ്റെയും 1 യൂണിറ്റിൻ്റെ കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. 120യും 100ഉം ആണ് എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കോസ്റ്റ് മിനിമൈസേഷൻ പ്രോബ്ലം ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സ്റ്റേറ്റ് ചെയ്യുക. മിനിമൈസ് z ഈക്വൽസ് ടു 120x1 പ്ലസ് 100x2. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ് സബ്ജക്റ്റ് ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൺസ്ട്രെയിൻസ് 1 by 1 ആയിട്ട് സ്റ്റേറ്റ് ചെയ്യണം. ഇവിടെ ഏതൊക്കെയാണ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്, ഇവിടെ 2 കൺസ്ട്രെയിൻസ് ആണ് വരുന്നത്. ഏതൊക്കെയാണ്, ഫസ്റ്റ് കേസിൽ പറയുന്നുണ്ട് വിറ്റാമിൻ സിൻ്റെ കൺസ്ട്രെയിനും ദെൻ വിറ്റാമിൻ കെൻ്റെ കൺസ്ട്രെയിനുമാണ് പറയുന്നത്. അതായത് ഫുഡ് A1-ൽ വിറ്റാമിൻ സി കണ്ടെയ്ൻ ചെയ്യുന്നത് 8 യൂണിറ്റ് ആണ്. ഫുഡ് A2-ൽ 16 യൂണിറ്റ് ആണ് വിറ്റാമിൻ സി ഉള്ളത്. ഇനി വിറ്റാമിൻ കെൻ്റെ കൺസ്ട്രെയിനിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ ഫുഡ് A1-ൽ 20 യൂണിറ്റ് വിറ്റാമിൻ കെ വരുന്നുണ്ട്. ദെൻ ഫുഡ് A2-ൽ 8 യൂണിറ്റ് വിറ്റാമിൻ കെ വരുന്നുണ്ട്. ദെൻ ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ മിനിമം ഡെയിലി റിക്വയർമെൻറ്റ് ഓഫ് വിറ്റാമിൻ സിയും കെയും പറയുന്നുണ്ട് 160 ആൻഡ് 200 യൂണിറ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് സ്റ്റേറ്റ് ചെയ്യണം. എങ്ങനെയാണ് സ്റ്റേറ്റ് ചെയ്യുക, സബ്ജക്റ്റ് ടു ആദ്യം വിറ്റാമിൻ സിൻ്റെ കൺസ്ട്രെയിൻ പറയണം. 8x1 പ്ലസ് 16x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 160. കാരണം മിനിമം ഡെയിലി റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് 160 യൂണിറ്റ് എന്ന് പറയുന്നത്. വിറ്റാമിൻ സിൻ്റെ മിനിമം ഡെയിലി റിക്വയർമെൻ്റ് ആണ് 160 യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പം മിനിമം എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് എന്നുള്ള സെൻസിൽ എടുക്കണം. സോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള സിമ്പിളാണ് വേണ്ടത്. ഇനി വിറ്റാമിൻ കെൻ്റെ കേസ് പറയുന്നതോ 20x1 പ്ലസ് 8x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 200. ഓക്കെ, അപ്പോൾ അത്രയും ലെങ്തി ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. പക്ഷേ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, വളരെ ഷോർട്ടാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വൺസ് നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ലീനിയർ പ്രോഗ്രാമിംഗ് നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ കുറച്ച് ടൈമിനുള്ളിൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ്. ഓക്കെ, ഞാൻ എൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം. സൊല്യൂഷൻ
ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. എന്നാലും ഒന്നുകൂടി വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇവിടെ എന്താണ് ഓക്കെ, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സ്റ്റേറ്റ് ചെയ്തു. മിനിമൈസ് ടോട്ടൽ കോസ്റ്റ് ഈക്വൽസ് ടു 120x1 പ്ലസ് 100x2. ദെൻ സബ്ജക്റ്റ് ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൺസ്ട്രെയിൻസ് പറയുകയാണ്. 8x1 പ്ലസ് 16x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 160. Then vitamin K and constraints 20x1 plus 8x2 greater than or equal to 200. Then non-negative constraint x1 comma x2 greater than or equal to 0. Okay. നമ്മൾ നെക്സ്റ്റ് ഇലിസ്ട്രേഷൻ നമ്പർ 4 ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. എ ഫാർമർ ഹാസ് 100 acres of farm. He can sell all the potatoes, tomatoes or radish he produces. The price he obtained is rupees 0.75 per kilogram for potatoes, 0.50 a head for tomatoes and rupees 1 per kilogram of radishes. The average yield per acre is 3000 kilogram of potatoes, 2000 heads of tomatoes and 1000 kilogram of radishes. Fertilizer is available at rupees 0.25 per kilogram and the amount required per acre is 100 kilogram each of potatoes and tomatoes and 60 kilogram for radishes. Labor required for sowing, cultivating and harvesting per acre is 5 man-hour for potatoes and radish and 6 man-hour for tomatoes. A total of 600 man-days of labor hour are available at rupees 15 per man-day. Formulate the problem as linear programming model to maximize the farmer's total profit. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് ക്വസ്റ്റ്യനിൽ ലാസ്റ്റ് പറയുന്നുണ്ട് ഇവിടെ മാക്സിമൈസേഷൻ പ്രോബ്ലം ആണ്. അത് കൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഫാർമറിൻ്റെ ടോട്ടൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ നമ്മൾ പെർ യൂണിറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ പെർ യൂണിറ്റ് കോസ്റ്റ് വെച്ചിട്ടുള്ള പ്രോബ്ലം ആണ് കണ്ടിരുന്നതെങ്കിൽ ഇവിടെ നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സ്റ്റേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ക്വസ്റ്റ്യനിൽ ഫസ്റ്റത്തെ ലൈനിലൊക്കെ നമുക്ക് പെർ യൂണിറ്റിലുള്ള കണക്കുകളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, യൂണിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ടോട്ടൽ പ്രോഫിറ്റിലേക്ക് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യണം. ആ ഒരു കാര്യം മാത്രമാണ് ഈ ക്വസ്റ്റ്യനിൽ അഡീഷണൽ ആയിട്ട് വരുന്നത്. ബാക്കിയെല്ലാം മുന്നേ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുള്ള പ്രോബ്ലം പോലെ തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ടേബിൾ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുകയാണ്. കാരണം നമുക്ക് 3 കേസിലും പൊട്ടറ്റോൻ്റെയും ടൊമാറ്റോൻ്റെയും റാഡിഷിൻ്റെയും 3 പ്രൊഡക്റ്റുകളെ പറ്റിയിട്ടാണ് നമ്മളിവിടെ പറയുന്നത് അല്ലേ. ആ 3ൻ്റെ കേസിലെയും സെല്ലിംഗ് പ്രൈസും കോസ്റ്റും നമുക്ക് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പ്രോഫിറ്റിനെ പറ്റിയിട്ട് ഡയറക്റ്റായിട്ടൊന്നും തന്നിട്ടില്ല, പക്ഷേ ഇൻഡയറക്റ്റായിട്ട് ഈ സെല്ലിംഗ് പ്രൈസും കോസ്റ്റും നമുക്ക് തന്നിട്ടുണ്ട്. സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കോസ്റ്റ് മൈനസ് ചെയ്താൽ പ്രോഫിറ്റാണ് കിട്ടുക എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ആ പ്രോഫിറ്റിൻ്റെ വാല്യൂ ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ ആദ്യം സെല്ലിംഗ് പ്രൈസ് എത്രയാണ്, നമുക്ക് ഓരോ പ്രൊഡക്റ്റിൻ്റെയും സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയൊക്കെയാണ്, പൊട്ടറ്റോൻ്റെ 0.75 ആണ് തന്നിട്ടുണ്ട്, ടൊമാറ്റോൻ്റെ 0.50 ആണ് തന്നിട്ടുണ്ട്, റാഡിഷിൻ്റെ 1 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ആവറേജ് ഈൽഡ് പെർ ഏക്കർ എന്ന് പറയുന്നത് 3000, പൊട്ടറ്റോയ്ക്ക് 3000 ആണ്, ടൊമാറ്റോയ്ക്ക് 2000 ആണ്, റാഡിഷിന് 1000 ആണ്. അപ്പോൾ ജസ്റ്റ് ഈ കിലോഗ്രാമിനെ പെർ യൂണിറ്റ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് കിട്ടും. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. സെല്ലിംഗ് പ്രൈസ് പൊട്ടറ്റോൻ്റെയും ടൊമാറ്റോൻ്റെയും റാഡിഷിൻ്റെയും ടോട്ടൽ സെല്ലിംഗ് പ്രൈസാണ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ അതിൽ നിന്ന് കോസ്റ്റ് മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. പൊട്ടറ്റോൻ്റെ കേസിൽ നമ്മൾ 3000 യൂണിറ്റ് ആണ് ടോട്ടൽ വരുന്നത്, ഇൻറ്റു ഒരു യൂണിറ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 0.75 ആണ്. അപ്പോൾ 3000 ഇൻറ്റു 0.75 2250. ടൊമാറ്റോൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ 0.50 ആണ് അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ്, ടോട്ടൽ യൂണിറ്റ് 2000 ആണ്. സോ 2000 ഇൻറ്റു 0.50 1000 ആണ് വരുന്നത്. റാഡിഷിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ 1 rupee ആണ് ഇതിൻ്റെ പ്രോഫിറ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത്, സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ 1000 യൂണിറ്റ് ആണുള്ളത്. സോ 1000 ഇൻറ്റു 1 1000. ഓക്കെ, ഇനി നമ്മൾ കോസ്റ്റ് ആണ് അതിൽ നിന്ന് മൈനസ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് 2 കോസ്റ്റുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഏതൊക്കെയാണ്, ഫെർട്ടിലൈസറിൻ്റെ കോസ്റ്റും പറയുന്നുണ്ട്, ലേബറിൻ്റെ കോസ്റ്റും പറയുന്നുണ്ട്. ഫെർട്ടിലൈസറിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്, പൊട്ടറ്റോയ്ക്ക് 0.25 ആണെന്ന് പറയുന്നുണ്ട്, ആൻഡ്
പെർ ഏക്കർ അല്ലെങ്കിൽ യൂണിറ്റ് എന്ന് പറയുന്നത് പൊട്ടറ്റോയ്ക്കും ടൊമാറ്റോയ്ക്കും 100 കിലോഗ്രാം ആണ്. ദെൻ റാഡിഷിന് 60 കിലോഗ്രാം ആണെന്നും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫെർട്ടിലൈസറിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കണം. എങ്ങനെയാണ്? പൊട്ടറ്റോ ആൻഡ് ടൊമാറ്റോയ്ക്ക് 0.25 ഇൻറ്റു 100, that is 25 each. Then റാഡിഷൻ ആണെന്നുണ്ടെങ്കിൽ 0.25 ഇൻറ്റു 60, that is 15. ഓക്കെ, ഇനി അടുത്തൊരു കോസ്റ്റ് വരുന്നത് ലേബർ കോസ്റ്റ് ആണ്. ലേബർ കോസ്റ്റിൻ്റെ കേസിൽ നമുക്ക് പറയുന്നുണ്ട് എത്രയാണ്? 5 മാൻ ഹവർ ആണ് പൊട്ടറ്റോ ആൻഡ് റാഡിഷിന് വരുന്നത്, 6 മാൻ ഹവർ ആണ് ടൊമാറ്റോയ്ക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടോട്ടൽ 600 man days of labor are available at ₹15 per man day എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പെർ മാൻ ഡേ കോസ്റ്റ് 15 ആണെന്ന് പറയുന്നുണ്ട്. എത്ര മാൻ അവർ വേണം എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ലേബറിൻ്റെ ടോട്ടൽ കോസ്റ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 15 ഇൻറ്റു 5 75 ആണ് പൊട്ടറ്റോയ്ക്ക് വരുന്ന ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത്. ടൊമാറ്റോയ്ക്ക് വരുന്നത് 15 ഇൻറ്റു 6 90 ആണ് വരുന്നത്. ദെൻ റാഡിഷിന് വരുന്നത് 15 ഇൻറ്റു 5 75 ആണ്. സോ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ടോട്ടൽ കോസ്റ്റുകളെ കണ്ടുപിടിക്കുകയാണ്. അതായത് ഫെർട്ടിലൈസറിൻ്റെ കോസ്റ്റും ലേബറിൻ്റെ കോസ്റ്റും ആഡ് ചെയ്തു. സോ പൊട്ടറ്റോൻ്റെ കേസിൽ 25 പ്ലസ് 100 125 വരും. ദെൻ ടൊമാറ്റോൻ്റെ കേസിൽ 25 പ്ലസ് 115 എത്ര വരും? 140 വരും. ദെൻ നെക്സ്റ്റ് റാഡിഷിൻ്റെ കേസിൽ 15 പ്ലസ് 90 എത്ര വരും? 105 വരും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? സെല്ലിംഗ് പ്രൈസിൽ നിന്ന് ഈ ടോട്ടൽ കോസ്റ്റ് മൈനസ് ചെയ്യുക. സോ പ്രോഫിറ്റ് എത്ര വരും? പൊട്ടറ്റോൻ്റെ കേസിൽ 2150, ടൊമാറ്റോൻ്റെ കേസിൽ 885, റാഡിഷിൻ്റെ കേസിൽ 910. ഓക്കെ, ഇപ്പോൾ നമ്മൾ ടോട്ടൽ പ്രോഫിറ്റ് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഈ ടോട്ടൽ പ്രോഫിറ്റ് വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സ്റ്റേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സ്റ്റേറ്റ് ചെയ്യുന്നത് നോക്കാം. മാക്സിമൈസ് z ഈക്വൽസ് ടു 2150x1 പ്ലസ് 885x2 പ്ലസ് 910x3. ഇത് നമ്മൾക്ക് കൺസ്ട്രെയിൻസ് 1 by 1 ആയിട്ട് സ്റ്റേറ്റ് ചെയ്യണം. സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻസ്. ഓക്കെ, സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ ഏതൊക്കെ കൺസ്ട്രെയിൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. ഇവിടെ മാൻ അവർ ഒരു കൺസ്ട്രെയിൻ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ പിന്നെ വരുന്നത് ഫെർട്ടിലൈസർ ഒരു കൺസ്ട്രെയിൻ ആയിട്ട്. ഓക്കെ, മാൻ അവറും ഫെർട്ടിലൈസറും നമുക്കൊരു 2 കൺസ്ട്രെയിൻസ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ മാൻ അവറിൻ്റെ കൺസ്ട്രെയിൻ, മാൻ അവർ ഓർ ലേബർ അവറിൻ്റെ കൺസ്ട്രെയിൻ നമ്മൾ എങ്ങനെയാണ് സ്റ്റേറ്റ് ചെയ്യുന്നത്? പൊട്ടറ്റോയ്ക്ക് 5 മാൻ അവർ ആണ് വേണ്ടതെന്ന് പറയുന്നുണ്ട്. റാഡിഷിന് 6 മാൻ അവറും പൊട്ടറ്റോയ്ക്കും റാഡിഷിനും 5 മാൻ അവർ ഈച്ചും. ദെൻ ടൊമാറ്റോയ്ക്ക് 6 മാൻ അവറും ആണ് റിക്വയർഡ് ആയിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. ടോട്ടൽ മാൻ അവർ 600 ആണെന്നും പറയുന്നുണ്ട്. സോ നമുക്കതെങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം? 5x1 പ്ലസ് 6x2 പ്ലസ് 5x3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 600. അപ്പോൾ നമ്മൾ ആ ലേബർ അവർ അവിടെ സ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് അടുത്ത കൺസ്ട്രെയിൻ എന്താണെന്നുള്ളത് നോക്കാം. നെക്സ്റ്റ് കൺസ്ട്രെയിൻസ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് കൺസ്ട്രെയിൻ ആയിട്ട് വരുന്നത് ഏതാണ്? ഓക്കെ, ഫസ്റ്റ് നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഫാർമർ ഹാസ് 100 acres ഓഫ് ഫാം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ അതാണ് ഫാമിംഗ് ലാൻഡ് അവൈലബിലിറ്റി ആണ് എന്തെന്ന് പറയുന്നത് മറ്റൊരു കൺസ്ട്രെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ള ലാൻഡ് എന്ന് പറയുന്നത് 100 acres ആണ്. ഈ 100 acresലാണ് ഈ മൂന്ന് പ്രൊഡക്റ്റുകളും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അതൊരു കൺസ്ട്രെയിൻ ആണ്. ആ കൺസ്ട്രെയിൻ നമുക്ക് എങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം? x1 പ്ലസ് x2 പ്ലസ് x3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100. അങ്ങനെ നമ്മൾ 2 കൺസ്ട്രെയിൻസിനെയും സ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇവിടെ നമുക്ക് പെർ യൂണിറ്റിലുള്ള ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ ടോട്ടലിലേക്ക് കൺവേർട്ട് ചെയ്യണം. ടോട്ടൽ പ്രോഫിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സ്റ്റേറ്റ് ചെയ്യേണ്ടത്.
പക്ഷേ കൺസ്ട്രെയിൻസ് എല്ലാം നമ്മൾ പറയുന്നത് എന്താണ്, പെർ യൂണിറ്റിലാണ് പറയുന്നത്. സോ അവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ശ്രദ്ധിക്കാം. ഇനി നമ്മൾ ഇല്ലസ്ട്രേഷൻ നമ്പർ 5ലേക്കാണ് പോകുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് റീഡ് ഔട്ട് ചെയ്യാം. The manager of an oil refinery must decide on the optimum mix of two possible blending process of which the input and output production runs are as follows. നമുക്കിവിടെ രണ്ട് പ്രോസസ്സിൻ്റെ കേസാണ് തന്നിട്ടുള്ളത്. അതുപോലെ ഇൻപുട്ടിൻ്റെയും ഔട്ട്പുട്ടിൻ്റെയും കേസ് പറഞ്ഞിട്ടുണ്ട്. പ്രോസസ്സ് 1, 2. ദെൻ ഇൻപുട്ടിൽ വരുന്നത് ക്രൂഡ് എയും ക്രൂഡ് ബിയും ആണ്. ഗ്യാസോലൈൻ എക്സും അതുപോലെ ഗ്യാസോലൈൻ 1ഉം ഔട്ട്പുട്ടിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കോളം വരച്ചതിൽ ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഗ്യാസോലൈൻ എക്സ് ഇൻപുട്ടിൻ്റെ കോളത്തിലാണ് കാണിച്ചിട്ടുള്ളത്, അത് ഔട്ട്പുട്ടിൻ്റെ കോളത്തിൽ വരേണ്ടതാണ്. പിന്നെ അവിടെ മറ്റൊരു കോളം കൂടി വരേണ്ടതുണ്ട്. ഗ്യാസോലൈൻ വൈ എന്നുള്ള കോളമാണ് അവിടെ വരേണ്ടത്. പിന്നെ അതിൽ ഡിജിറ്റ്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പ്രോസസ് 1ൽ ക്രൂഡ് എ 6, ക്രൂഡ് ബി 4, ഗ്യാസോലൈൻ എക്സ് 6, ദെൻ ഗ്യാസോലൈൻ വൈ 9. ദെൻ പ്രോസസ് 2ൽ ക്രൂഡ് എ 5, ക്രൂഡ് ബി 6, ഗ്യാസോലൈൻ എക്സ് 5, ഗ്യാസോലൈൻ വൈ 5. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കുറച്ചുകൂടി ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്, ഒന്ന് വായിക്കാം. ദ മാക്സിമം എമൗണ്ട് അവൈലബിൾ ഓഫ് ക്രൂഡ് എ ആൻഡ് ബി ആർ 250 യൂണിറ്റ് ആൻഡ് 200 യൂണിറ്റ് റെസ്പെക്റ്റീവ്ലി. Market demand shows that at least 150 unit of gasoline X and 130 unit of gasoline Y must be produced. The profit per production run from process 1 and process 2 are ₹4 and ₹5 respectively. Formulate the problem for maximizing the profit. അപ്പോൾ ഇതൊരു മാക്സിമൈസേഷൻ പ്രോബ്ലം ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സ്റ്റേറ്റ് ചെയ്യണം. മാക്സിമൈസ് Z ഈക്വൽസ് ടു എന്ന് പറഞ്ഞിട്ട് വേണം സ്റ്റേറ്റ് ചെയ്യാനായിട്ട്. ഇവിടെ പ്രോഫിറ്റ് പെർ പ്രൊഡക്ഷൻ റൺ ഫ്രം പ്രോസസ് 1ഉം 2ഉം ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. എത്രയാണ്, 4 and 5 റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമൈസ് Z ഈക്വൽസ് ടു 4x1 പ്ലസ് 5x2. അതാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ കൺസ്ട്രെയിൻസ് 1 by 1 ആയിട്ട് സ്റ്റേറ്റ് ചെയ്യണം. സബ്ജക്റ്റ് ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ 1 by 1 ആയിട്ട് കൺസ്ട്രെയിൻസ് സ്റ്റേറ്റ് ചെയ്യാം. ഏതൊക്കെയാണ് ഇവിടെ കൺസ്ട്രെയിൻസ് ആയിട്ട് പറയുന്നത്? ക്രൂഡ് എ ആൻഡ് ബിൻ്റെ മാക്സിമം എമൗണ്ട് അവൈലബിൾ എന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. 250 200 തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്രൂഡ് എ എന്ന് പറയുന്നത് ഒരു കൺസ്ട്രെയിൻ ആണ്, ക്രൂഡ് ബി എന്ന് പറയുന്നത് ഒരു കൺസ്ട്രെയിൻ ആണ്. അതുപോലെ മാർക്കറ്റ് ഡിമാൻഡിൻ്റെ കേസ് തന്നിട്ടുണ്ട്. 150 യൂണിറ്റ് ഓഫ് ഗ്യാസോലൈൻ എക്സും 130 യൂണിറ്റ് ഓഫ് ഗ്യാസോലൈൻ വൈയും ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, രണ്ട് കൺസ്ട്രെയിൻ ആയിട്ട് സ്റ്റേറ്റ് ചെയ്യണം. സോ ഇവിടെ ടോട്ടൽ എത്ര വരുന്നുണ്ട്, 4 കൺസ്ട്രെയിൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇതെല്ലാം നമുക്ക് മാക്സിമം ആണ് തന്നിട്ടുള്ളത്. അതായത് സമ്മിന് റൈറ്റ് സൈഡിൽ ഇടുന്ന ഡിജിറ്റ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സമ്മിന് ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഡിജിറ്റ്സ് നമ്മൾ ഈ കോളത്തിൽ നിന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് കൺസ്ട്രെയിന് സ്റ്റേറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് ക്രൂഡ് എൻ്റെ കേസിലുള്ള കൺസ്ട്രെയിൻ ആണ്. അപ്പോൾ എങ്ങനെയാണ്, ക്രൂഡ് എ പ്രോസസ് 1ലും ക്രൂഡ് എ വേണം, പ്രോസസ് 2ലും ക്രൂഡ് എ വേണം. ക്രൂഡ് എ മാക്സിമം എത്രയാണ് തന്നിട്ടുണ്ട്, 250 യൂണിറ്റ് ആണ് തന്നിട്ടുണ്ട്. സോ ക്രൂഡ് എ എന്ന് പറയുന്ന കൺസ്ട്രെയിൻ എങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം, 6x1 പ്ലസ് 5x2 ദെൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 250. ഇനി അടുത്തത് ക്രൂഡ് ബീൻ്റെ കൺസ്ട്രെയിൻ സ്റ്റേറ്റ് ചെയ്യണം. എങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം, 4x1 പ്ലസ് 6x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 200. ദെൻ ഗ്യാസോലൈൻ എക്സിൻ്റെ കൺസ്ട്രെയിൻ ആണ് നെക്സ്റ്റ് പറയുന്നത്. അറ്റ്ലീസ്റ്റ് 150 യൂണിറ്റ് ആണ് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ അവിടെ അറ്റ്ലീസ്റ്റ് 150 യൂണിറ്റിൻ്റെ ഒരു കേസാണ് പറയുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് വെക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള സിമ്പിളാണ് വെക്കേണ്ടത്. എത്രയൊക്കെയാണ് പറയുന്നത്, 6x1 പ്ലസ് 5x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 150. അങ്ങനെയാണ് നമ്മൾ ഗ്യാസോലൈൻ എക്സിൻ്റെ കൺസ്ട്രെയിന് ഡിഫൈൻ ചെയ്യുന്നത്. ദെൻ ഗ്യാസോലൈൻ വൈൻ്റെ കൺസ്ട്രെയിൻ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, 9x1 പ്ലസ് 5x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 130. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ 4 കൺസ്ട്രെയിൻസും ഡിഫൈൻ ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻ x1, x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, അതോടുകൂടി ഈ പ്രോബ്ലം ഇവിടെ കഴിയുകയാണ്. ഇനി ഇത് സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മാക്സിമൈസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സ്റ്റേറ്റ് ചെയ്തു. മാക്സിമൈസ് Z ഈക്വൽസ് ടു 4x1 പ്ലസ് 5x2
ദെൻ സബ്ജക്റ്റ് ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൺസ്ട്രെയിൻസ് ആണ് നെക്സ്റ്റ് പറയുന്നത്. 6x1 പ്ലസ് 5x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 250. ദെൻ 4x1 പ്ലസ് 6x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 200. Then 6x1 plus 5x2 greater than or equal to 150. Then 9x1 plus 5x2 greater than or equal to 130. Okay. Then non-negative constraint x1 comma x2 greater than or equal to 0. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. ഇലിസ്ട്രേഷൻ നമ്പർ 6. ഞാൻ പറഞ്ഞു നിങ്ങള് സുധിയനോട് കാര്യം പൈസ എന്നെ പിടിപ്പിക്കാനാ. ഓക്കെ, ഇലിസ്ട്രേഷൻ നമ്പർ 6 ഞാനൊന്ന് റീഡ് ഔട്ട് ചെയ്യാം. A manufacturer of furniture makes two product, chairs and tables. Processing of these product is done on two machines A and B. A chair requires 2 hours on machine A and 6 hours on machine B. A table requires 5 hours of machine A and no time on machine B. There are 16 hours of time per day available on machine A and 30 hours on machine B. Profit gained by the manufacturer from a chair is ₹1 and from a table is ₹5 respectively. Formulate the problem into an LPP in order to maximize the total profit. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് മാക്സിമൈസേഷൻ ഒരു പ്രോബ്ലമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പം നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ആദ്യം നോക്കി നോക്കാം. ടേബിളിൻ്റെയും ചെയറിൻ്റെയും കേസാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. ഒരു ടേബിളിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? ചെയറിൽ നിന്ന് കിട്ടുന്നത് 1 ടേബിളിൽ നിന്ന് കിട്ടുന്നത് 5 നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സ്റ്റേറ്റ് ചെയ്യുക? മാക്സിമൈസ് z ഈക്വൽസ് ടു x1 പ്ലസ് 5x2. സോ നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ കൺസ്ട്രെയിൻസ് പറയണം. സബ്ജക്റ്റ് ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൺസ്ട്രെയിൻസ് പറയാം. എന്തൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ വരുന്ന ഒരു കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് മെഷീൻ എയും ബിയും ഉപയോഗിച്ചിട്ടാണ് ഈ പ്രൊഡക്റ്റുകൾ പ്രോസസ്സ് ചെയ്യുന്നത് അല്ലേ. ദെൻ മെഷീൻ അവർ എത്രയൊക്കെയാണ്? ഓരോ പ്രൊഡക്റ്റിൻ്റെയും മെഷീൻ അവർ റിക്വയർഡ് തന്നിട്ടുണ്ട്. ചെയറിന് 2 ആണെന്നും, ചെയറിൻ്റെ കേസിൽ മെഷീൻ എ 2 അവറും മെഷീൻ ബി 6 അവറും, ടേബിളിൻ്റെ കേസിൽ മെഷീൻ എ 5 അവറും മെഷീൻ ബി നോ ടൈം എന്നും പറഞ്ഞ് തന്നിട്ടുണ്ട്. ദെൻ ടോട്ടൽ 16 അവർ ടൈം മെഷീൻ എക്കും 30 അവർ ടൈം മെഷീൻ ബിക്കും വേണമെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 കൺസ്ട്രെയിൻസ് ആണ് വരുന്നത്. മെഷീൻ എൻ്റെ മെഷീൻ അവർ ഓഫ് എ എന്ന് പറയുന്ന കൺസ്ട്രെയിനും മെഷീൻ അവർ ഓഫ് ബി എന്ന് പറയുന്ന കൺസ്ട്രെയിനും. പിന്നെ കൺസ്ട്രെയിൻ നമ്മൾ എങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം? മെഷീൻ അവർ എൻ്റെ കൺസ്ട്രെയിൻ ആദ്യം സ്റ്റേറ്റ് ചെയ്യുക. എങ്ങനെയാണ്? 2x1 പ്ലസ് 5x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16. 2x1 എന്ന് പറയുന്നത് എന്താണ്? പ്രൊഡക്റ്റ് അതായത് ചെയർ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മെഷീൻ അവറാണ് 2 അവർ എന്ന് പറയുന്നത്. ദെൻ ടേബിൾ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മെഷീൻ എൻ്റെ അവറാണ് 5 എന്ന് പറയുന്നത്. ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ള മെഷീൻ എൻ്റെ അവർ എന്ന് പറയുന്നത് എത്രയാണ്? 16 ആണ്. ഇതുപോലെ നമ്മൾ മെഷീൻ ബീൻ്റെ കൺസ്ട്രെയിൻ പറയണം. എങ്ങനെ പറയാം? 6x1 മാത്രമേ പറയുന്നുള്ളൂ അല്ലേ. ചെയറിൻ്റെ കേസിൽ മാത്രമേ പറയുന്നുള്ളൂ. ടേബിളിന് എന്ത് പറയുന്നില്ല, മെഷീൻ ബി ഉപയോഗിക്കുന്നില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ചെയറിൻ്റെ മെഷീൻ ബീൻ്റെ അവർ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? കൺസ്ട്രെയിൻ സ്റ്റേറ്റ് ചെയ്യാൻ. സോ 6x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എത്രയാണ്? മാക്സിമം അവൈലബിൾ ആയിട്ടുള്ള മെഷീൻ ബീൻ്റെ അവർ എന്ന് പറയുന്നത് 30 ആണ്. സോ 6x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30. ഓക്കെ, ഇത്രയാണ് ഈ ക്വസ്റ്റ്യനിൽ വരുന്നത്. ദെൻ നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻ സ്റ്റേറ്റ് ചെയ്യാൻ മറക്കരുത്. x1, x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മാക്സിമൈസ് z ഈക്വൽസ് ടു 5x1 പ്ലസ് മാക്സിമൈസ് z ഈക്വൽസ് ടു x1 പ്ലസ് 5x2. ദെൻ സബ്ജക്റ്റ് ടു എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസ്ട്രെയിൻസ് സ്റ്റേറ്റ് ചെയ്യാം. എങ്ങനെയാണ് കൺസ്ട്രെയിൻസ് സ്റ്റേറ്റ് ചെയ്യുന്നത്? 2x1 പ്ലസ് 5x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16.
then 6x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30. ഇവിടെ 6 നമ്മൾ ആദ്യം ചെയറിനാണ് നമ്മൾ x1 എന്നുള്ള ഡിസിഷൻ വേരിയബിളിൻ്റെ വാല്യൂ കൊടുത്തിട്ടുള്ളത്. സോ 6x1 ആണ് ഇവിടെ വരിക. ഓക്കെ, 6x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30. ദെൻ ഫൈനലി നമ്മൾ എന്ത് ചെയ്യുക? ഓക്കെ, ഇതാണ് ഫൈനൽ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റിയതാണ്. മാക്സിമൈസ് സെഡ് ഈക്വൽസ് ടു ഇവിടെ ഒരു 5x2 ഉണ്ട് കേട്ടോ. ഇത് ഇതിൽ സ്ലൈഡിൽ വന്ന മിസ്റ്റേക്കാണ്. x1 പ്ലസ് 5x2 സബ്ജക്റ്റ് ടു 2x1 പ്ലസ് 5x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16. ദെൻ 6x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30. ദെൻ നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻ x1, x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, ദെൻ സെക്കൻഡ് ലാസ്റ്റ് പ്രോബ്ലത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇലിസ്ട്രേഷൻ നമ്പർ 7. ഇത് നമ്മൾ മുന്നേ വർക്കൗട്ട് ചെയ്തുള്ള അതേ പ്രോബ്ലം, ജസ്റ്റ് ഫിഗർ മാത്രം മാറ്റിയിട്ടുള്ളൂ. എന്നാൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആൻ ആനിമൽ ഫീഡ് കമ്പനി മസ്റ്റ് പ്രൊഡ്യൂസ് അറ്റ്ലീസ്റ്റ് 200 kilogram of a mixture consisting of ingredients x1 and x2 daily. x1 costs ₹3 per kilogram and x2 ₹8 per kilogram. No more than 80 kilogram of x1 can be used and at least 60 kilogram of x2 must be used. Formulate a mathematical model to the problem. അവിടെ 69 അല്ല 60 kilogram ആണ് കേട്ടോ. സോ ഈ പ്രോബ്ലം നമുക്ക് എങ്ങനെ വർക്കൗട്ട് ചെയ്യാം നോക്കാം. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് കോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. സോ ഇത് കോസ്റ്റ് മിനിമൈസേഷൻ പ്രോബ്ലം ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സ്റ്റേറ്റ് ചെയ്യണം. മിനിമൈസ് സെഡ് ഈക്വൽസ് ടു എത്രയൊക്കെയാണ്? x1ൻ്റെ കോസ്റ്റ് 3 per kilogram ആണെന്ന് തന്നിട്ടുണ്ട്. x2ൻ്റെ കോസ്റ്റ് 8 per kilogram ആണ് തന്നിട്ടുണ്ട്. സോ മിനിമൈസ് സെഡ് ഈക്വൽസ് ടു 3x1 പ്ലസ് 8x2. സബ്ജക്റ്റ് ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൺസ്ട്രെയിൻസ് 1 by 1 ആയിട്ട് സ്റ്റേറ്റ് ചെയ്യുക. ഏതൊക്കെ കൺസ്ട്രെയിൻ്റ് ആണ് തന്നിട്ടുള്ളത്? മിക്സ്ചർ ടോട്ടലി എത്ര പ്രൊഡ്യൂസ് ചെയ്യണം? അറ്റ്ലീസ്റ്റ് 200 kilogram പ്രൊഡ്യൂസ് ചെയ്യണം. സോ അതെങ്ങനെ കൺസ്ട്രെയിൻ ആയിട്ട് പറയാം? x1 പ്ലസ് x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 200. പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് x1 മാക്സിമം എത്ര ഉപയോഗിക്കാം? 80 kilogram ഉപയോഗിക്കാം. സോ അതെങ്ങനെ ഒരു കൺസ്ട്രെയിൻ ആയിട്ട് പറയാം? x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 80. ദെൻ x2 അറ്റ്ലീസ്റ്റ് 60 kilogram യൂസ് ചെയ്യണം. അതെങ്ങനെ നമുക്കൊരു കൺസ്ട്രെയിൻ ആയിട്ട് പറയാം? x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60. ദെൻ ലാസ്റ്റ് നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻ സ്റ്റേറ്റ് ചെയ്യുക. x1, x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. മിനിമൈസ് സെഡ് ഈക്വൽസ് ടു 3x1 പ്ലസ് 8x2 സബ്ജക്റ്റ് ടു x1 plus x2 greater than or equal to 200, x1 less than or equal to 80, x2 greater than or equal to 60, then x1, x2 greater than or equal to 0. And last problem ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. A company produces 2 types of cowboy hats. Each hat of the first type requires twice as much labor time as the second type. If all hats are of the second type only, the company can produce a total of 500 hits a day. The market limit daily sales of the first and second type to 150 and 250 hats, assuming that the profit per hat are ₹8 and for type 1 and ₹5 for type 2. Formulate the problem as a linear programming model in order to determine the number of hats to be produced of each type so as to maximize the profit. So ഈ ക്വസ്റ്റ്യനും എന്ത് ടൈപ്പ് പ്രോബ്ലം ആണ്? മാക്സിമൈസേഷൻ ടൈപ്പ് പ്രോബ്ലം ആണ്. സോ നമുക്ക് പ്രോഫിറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ഡീറ്റെയിൽസ് ആണെന്നുള്ളത്? പ്രോഫിറ്റ് പെർ ഹാറ്റ് തന്നിട്ടുണ്ട്, 8ഉം 5ഉം ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം മാക്സിമൈസ് സെഡ് ഈക്വൽസ് ടു 8x1 പ്ലസ് 5x2 എന്ന് എഴുതി. സോ നമ്മൾ എന്താണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സ്റ്റേറ്റ് ചെയ്തു. ഇനി നമ്മൾ കൺസ്ട്രെയിൻസ് സ്റ്റേറ്റ് ചെയ്യണം. സബ്ജക്റ്റ് ടു എന്ന് പറഞ്ഞിട്ട് ഏതൊക്കെയാണ് ഇവിടെ കൺസ്ട്രെയിൻസ് വരുന്നത്? ലേബർ അവർ പറയുന്നുണ്ട് അല്ലേ? എന്താണ് ഒന്നാമത്തെ ഹാറ്റിനേക്കാളും ട്വൈസ് ലേബർ അവർ സെക്കൻഡ് ടൈപ്പ് ഹാറ്റിന് റിക്വയർഡ് ആണ് എന്ന് പറയുന്നുണ്ട്. സോറി, ഫസ്റ്റ് ടൈപ്പിന് ട്വൈസ് കൂടുതൽ സെക്കൻഡ് ടൈപ്പിനേക്കാൾ വേണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ പിന്നെ പറയുന്ന ഒരു കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റ് ലിമിറ്റ് പറയുന്നുണ്ട്. മാർക്കറ്റ് ലിമിറ്റ് എത്രയൊക്കെയാണ്? 150 and 250 ആണെന്ന് പറയുന്നുണ്ട്. സോ അങ്ങനെ 3 കൺസ്ട്രെയിൻസ് ആണ് നമ്മളിവിടെ സ്റ്റേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ നമ്മൾ ആദ്യത്തെ കൺസ്ട്രെയിൻ സ്റ്റേറ്റ് ചെയ്യാം. എങ്ങനെയാണ്?
ലേബർ അവറുമായി ബന്ധപ്പെട്ടുള്ള ആ കൺസ്ട്രെയിൻ നമ്മൾ എങ്ങനെ സ്റ്റേറ്റ് ചെയ്യണം? നമുക്ക് ട്വൈസ് എന്നാണ് തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2x1 എന്നെടുക്കാം. അതായത് ഫസ്റ്റ് ടൈപ്പ് ഹാറ്റിന് 2 മടങ്ങ് ലേബർ അവർ കൂടുതൽ വേണം. സോ നമ്മൾ 2x1 എന്നെടുത്തു. പ്ലസ് x2 സെക്കൻഡ് ടൈപ്പിന് അതിൻ്റെ പകുതി മതി. അപ്പോൾ 2x1ൻ്റെ പകുതി x2 ആയിട്ട് എടുത്തു. സോ 2x1 പ്ലസ് x2 മാക്സിമം അവൈലബിൾ ആയിട്ടുള്ള ലേബർ അവർ എത്രയാണ്? 500 ആണ്. സോ 2x1 പ്ലസ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 500. നമുക്ക് നെക്സ്റ്റ് കൺസ്ട്രെയിൻ എന്താണ്? മാർക്കറ്റ് ലിമിറ്റ് ആണ്. അത് മാർക്കറ്റ് ലിമിറ്റ് ഡെയിലി സെയിൽസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അത് ഫസ്റ്റ് ഹാറ്റിൻ്റെ 150 ആണ് തന്നിട്ടുണ്ട്, സെക്കൻഡ് ഹാറ്റിൻ്റെ 250 ആണ് തന്നിട്ടുണ്ട്. സോ അത് ഓരോന്നും ഓരോ കൺസ്ട്രെയിൻ ആയിട്ട് പറയാം. x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 150, x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 250. ആൻഡ് ലാസ്റ്റ് നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻ സ്റ്റേറ്റ് ചെയ്യുക. x1, x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സോ സൊല്യൂഷൻ ഒന്നുകൂടി നോക്കാം. Maximize z equals to 8x1 plus 5x2 subject to 2x1 plus x2 less than or equal to 500, then x1 less than or equal to 150, x2 less than or equal to 250, x1, x2 greater than or equal to 0. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 8ഓളം പ്രോബ്ലംസ് നമ്മളിപ്പോൾ ഈ ഒരൊറ്റ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനിയും ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അത് എഴുതാനായിട്ട് പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ക്വസ്റ്റ്യൻ വളരെ ലോങ് ആയിരിക്കും, പക്ഷെ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും. അത് വളരെ ഷോർട്ട് ആയിട്ടുള്ള ആൻസർ ആയിരിക്കും. പെട്ടെന്ന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെയായിട്ടും ഇത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ആ ഒരു ഐഡിയ ഒന്നുകിൽ എന്നോട് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ടോ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇപ്പോൾ നമ്മളൊരു പ്രോബ്ലം എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഫോർമുലേഷൻ ആയിട്ടുള്ളൂ. നെക്സ്റ്റ് ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കണം. സോ ഒരു ലീനിയർ പ്രോഗ്രാമിങ്ങിന് 2 രീതിയിൽ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ചിട്ടും സിംപ്ലക്സ് മെത്തേഡ് ഉപയോഗിച്ചിട്ടും. സോ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, താങ്ക് യു.